പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമം നടത്തുകയാണെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കാതെ തന്നെ യുദ്ധം അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യം. US മാധ്യമമായ വോൾ സ്ട്രീറ്റ് ജേർണലാണ് ഇക്കാര്യം പുറത്തുവിടുന്നത്. ഇറാനെതിരെയുള്ള സൈനിക നടപടി 4 മുതൽ 6 വരെ ആഴ്ചയ്ക്കുള്ളിൽ അവസാനിപ്പിക്കാമെന്നാണ് ട്രംപിന്റെ കണക്കുകൂട്ടൽ. അതിനിടെ സമ്മർദ്ദം ചെലുത്തി ഹോർമൂസ് തുറപ്പിക്കാൻ ശ്രമിച്ചാൽ യുദ്ധം നീളാൻ സാധ്യതയുണ്ടെന്നാണ് ട്രംപ് വിലയിരുത്തുന്നത്. ഇറാന്റെ സൈനിക ശേഷിയും മിസൈൽ ശേഖരവും നശിപ്പിക്കുകയും യുദ്ധ നടപടികൾ ക്രമേണ അവസാനിപ്പിക്കുകയുമാണ് USന്റെ പ്രധാന ലക്ഷ്യം. അതിനിടെ ഹോർമൂസ് വഴി സ്വതന്ത്ര വ്യാപാരം ഉറപ്പാക്കാൻ ഇറാനുമേൽ നയതന്ത്ര തലത്തിൽ സമ്മർദ്ദം ചെലുത്തണം. അത് പരാജയപ്പെടുകയാണെങ്കിൽ യൂറോപ്പിലെയും ഗൾഫിലെയും സഖ്യകക്ഷികളുമായി ചേർന്ന് സമ്മർദ്ദം ചെലുത്തി ഹോർമൂസ് തുറപ്പിക്കാമെന്നും ട്രംപ് കണക്കുകൂട്ടുന്നുണ്ട്. എന്നാൽ ഇറാന്റെ കൈപ്പിടിയിൽ നിന്ന് ഹോർമൂസിനെ പിടിച്ചെടുക്കുക അത്ര എളുപ്പമല്ല. യുദ്ധത്തിൽ പങ്കാളികളല്ലാത്തവരും ഇന്ധനക്ഷാമത്തിൽ വലയുന്നവരുമായ രാജ്യങ്ങൾ ഹോർമൂസ് പിടിച്ചെടുക്കാൻ ധൈര്യം കാട്ടണമെന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. ഇറാന്റെ നേതാക്കളെ USഉം ഇസ്രയേലും ലക്ഷ്യമിടുന്നത് തുടർന്നാൽ ഏപ്രിൽ 1 മുതൽ ആപ്പിൾ, ഗൂഗിൾ, മെറ്റ തുടങ്ങിയ US ടെക് കമ്പനികളെയെല്ലാം ആക്രമിക്കുമെന്നാണ് IRGC മുന്നറിയിപ്പ് നൽകുന്നത്. ഇറാനിലെ ഓരോ വധത്തിനും പകരമായി കമ്പനികളുടെ ഓരോ യൂണിറ്റുകളെയും നാശം പ്രതീക്ഷിക്കണമെന്നാണ് ഭീഷണി. അതായത് USനെ നിർണയിക്കുന്ന വമ്പൻ കമ്പനികളെയാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. ഇറാന്റെ ഉദ്യോഗസ്ഥരെ വധിച്ചാൽ തങ്ങൾ ലക്ഷ്യമിട്ടേക്കാവുന്ന 18 കമ്പനികളുടെ പട്ടികയും IRGC പുറത്തുവിടുന്നുണ്ട്. ജീവൻ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ തൊഴിലിടങ്ങളിൽ നിന്ന് വിട്ടുപോകാനാണ് ജീവനക്കാർക്ക് നിർദ്ദേശം. 1 മാസം പിന്നിട്ടിട്ടും അയവില്ലാത്ത യുദ്ധത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രത്തിനും മരുന്ന് കമ്പനിക്കും നേരെ US-ഇസ്രയേൽ സഖ്യം ചൊവ്വാഴ്ച ശക്തമായ ആക്രമണമാണ് നടത്തിയത്. ഇറാന്റെ ഏറ്റവും വലിയ മരുന്ന് കമ്പനിയായ ടോഫിക് ദാരു റിസർച്ച് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് വ്യോമാക്രമണത്തിന് ഇരയായത്. ദുബായ് തീരത്ത് കുവൈറ്റിന്റെ എണ്ണക്കപ്പലിന് ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ തീപിടുത്തമുണ്ടായ വിവരവും പുറത്തുവരുന്നുണ്ട്. ബഹ്റൈനിലും സൗദിയിലും ഇറാന്റെ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും എത്തി. പശ്ചിമേഷ്യയിലെ US സൈനികരുടെ 5 ഓടിത്താവളങ്ങളും ഇസ്രയേലിലെ സേനാ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടെന്ന് ഇറാന്റെ സൈനിക വക്താവ് പറയുന്നുണ്ട്. ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് തെക്കൻ ലെബനിൽ നടത്തുന്ന കരയുദ്ധത്തിനിടെ ഇസ്രായേലിന്റെ 4 പട്ടാളക്കാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിനിടെ പാരാഷൂട്ടുമായി കരയിലിറങ്ങി ആക്രമണം നടത്താൻ ഇറങ്ങുകയാണ് US. കരസേനയുടെ 82ാം എയർബോൺ ഡിവിഷനിലെ ആയിരക്കണക്കിന് പാരാട്രൂപ്പുകൾ കൂടി പശ്ചിമേഷ്യയിലെത്തിയിട്ടുണ്ട്. ഇറാന്റെ തന്ത്രപ്രധാനമായ എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപ് പിടിക്കാനാണ് ഈ വിന്യാസം. സമാധാന കരാറിന് ഇറാൻ സമ്മതിച്ചില്ലെങ്കിൽ കരയുദ്ധമെന്ന സൂചന നൽകി മേഖലയിൽ 2500 മറീനുകളെ നേരത്തെ അമേരിക്ക വിന്യസിച്ചിരുന്നു. അമേരിക്ക കോടികൾ മുടക്കി സർവ്വസന്നാഹത്തോടെ യുദ്ധത്തെ നേരിടാൻ ഒരുങ്ങുകയാണ്. എന്നാൽ USന്റെ നിലനിൽപ്പായ പ്രമുഖ കമ്പനികളെയാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. US കമ്പനികളിലെ ജീവനക്കാരെ ഭയപ്പെടുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ അമേരിക്കൻ ജനതയെ ഭീതിയോടെയാണ് കാണുന്നത്. അമേരിക്കയിലെ ജനങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറാനാണ് ആഗ്രഹിക്കുന്നത്. സംഘർഷം ഇന്ധനവില വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക സമ്മർദ്ദത്തെക്കുറിച്ചുള്ള ഭയം വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ്. ലക്ഷ്യങ്ങൾ പൂർണ്ണമായി നേടിയെടുത്തിട്ടില്ലെങ്കിൽ ഇറാനുമായുള്ള യുദ്ധത്തിൽ നിന്ന് US എത്രയും പെട്ടെന്ന് പിന്മാറണമെന്നാണ് അമേരിക്കക്കാരിൽ ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നത്. അമേരിക്കയും ഇറാനും ഹോർമൂസിനെ കേന്ദ്രീകരിച്ച് നടത്തുന്ന ആക്രമണങ്ങൾ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന ആശങ്ക ലോകരാജ്യങ്ങൾക്കിടയിൽ വർദ്ധിക്കുകയാണ്.